കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെന്റ് UPSC കഴിഞ്ഞ വർഷം നടത്തിയ വിവിധ കാറ്റഗറികളിലേക്കുള്ള IAS സെലക്ഷൻ എക്സാമിനേഷനിൽ വളരെ അഭിമാനാർഹമായ വിജയം മലയാളികൾ 1, 2, 4 റാങ്ക് നേടി മൊത്തം കേരളത്തിന് തന്നെ അഭിമാനകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുള്ള ഒരു വാർത്ത കൂടി നമ്മളെല്ലാവരും പത്രധോര വായിച്ചറിഞ്ഞിട്ടുണ്ട്. ബഹുമാനായ ഡോക്ടർ അനീസ് അദ്ദേഹത്തിന് സിവിൽ സർവീസ് എക്സാമിനേഷനിൽ സെലക്ഷൻ കിട്ടുകയും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കേരളത്തിൽ നിന്ന് തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അദ്ദേഹം മാത്രമാണ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും. മാത്രമല്ല ഡോക്ടർ അനീസിന്റെ വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി മധുരം കൂടിയാണ്. കുടുംബപരമായി തന്നെ ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ തലങ്ങളിലൂടെ MSMലൂടെ വളർന്ന് MSMന്റെ വിവിധ പഠന ക്യാമ്പുകളിലും മറ്റും ചെറിയ പ്രായത്തിൽ തന്നെ പങ്കെടുത്ത് വളർന്നു വന്ന അദ്ദേഹത്തിന്റെ ഈ വിജയത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ഈ നവോത്ഥാന സംരംഭത്തിന്റെ ഒരു പിൻതലമുറക്കാരൻ എന്ന നിലക്കും നമ്മളുടെ എല്ലാവരുടെയും സന്തോഷവും ആഹ്ലാദവും ഈ സമയത്ത് അദ്ദേഹത്തെ ഔപചാരികമായി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഇൻസൈറ്റ് എക്സിബിഷന്റെ ഭാഗമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനത്തിന്റെയും ISMന്റെയും MSMന്റെയും എല്ലാം ഭാഗത്തു നിന്നുള്ള ഉപഹാരം, സ്നേഹോപഹാരം ഞങ്ങളിവിടെ സമർപ്പിക്കുകയാണ്. നമ്മളുടെ ISMന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ പ്രഭാഷകനുമായ ബഹുമാനായ CP സലീം സാഹിബ് അവറുകളാണ് അദ്ദേഹത്തിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നത്. ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനായ CP സലീമിനെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി IAS ജേതാവ് സുഹൃത്ത് ഡോക്ടർ അനീസിനെയും ആദരപൂർവ്വം സന്തോഷത്തോടുകൂടി ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന്റെ ഈ പുതിയ തലങ്ങളിൽ ഇനിയും നമ്മൾ മുസ്ലിം സമുദായം പ്രത്യേകിച്ചും ഏറെ എത്തിച്ചേരേണ്ട സിവിൽ സർവീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥ രംഗത്തെയും ഇന്ത്യൻ ഭരണത്തെയും നമ്മുടെ ഡെമോക്രസിയെയും എല്ലാം നിലനിർത്തുന്ന ഇത്തരം തലങ്ങളിലേക്ക് നമ്മളൊക്കെ ധാരാളമായി ഇനിയും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നേണ്ടതുണ്ട്. തന്റെ ഈ തലത്തിലേക്കുള്ള യാത്രയുടെ വളരെ ചെറിയ ഒരു വിവരണവും നമുക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളും നൽകുന്നതിനു വേണ്ടി ബഹുമാനായ ഡോക്ടർ അനീസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടു കൂടിയും സർവശക്തനായ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടും തന്നെയാണ് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഒരു വേദിയിൽ നിന്ന് ആളുകളെ അഭിമുഖീകരിക്കാൻ എന്നെയും എന്റെ തലമുറയെയും ഒക്കെ പ്രാപ്തമാക്കിയത് മുജാഹിദ് പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിലൂടെ കിട്ടിയ വേദികളുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യമായാലും പൊതുകാര്യമായാലും മതപരമായ പഠനമായാലും ആഴത്തിലുള്ള ചർച്ചകളും വിശകലനങ്ങളുമായാലും അക്കാര്യത്തിലെല്ലാമുള്ള താല്പര്യവും
അതിനോട് യഥാർത്ഥത്തിലുള്ള സമീപനവും യഥാവിധി അതിന് അക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവും ചിന്തയിലെ നൈർമല്യവും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തനങ്ങളിലൂടെ എനിക്കും എന്റെ സഹപാഠികൾക്കും കിട്ടിയതിൽ ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. സിവിൽ സർവീസിന്റെ എക്സാമിനെ കുറിച്ചും ആ എക്സാം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളും ക്ലാസുകളും എഴുതിയതൊക്കെ ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഈ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാം എന്റെ മുന്നിൽ നിൽക്കുന്നത് അധികവും രക്ഷിതാക്കളും മാതാപിതാക്കളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് മറ്റേത് പരീക്ഷയും പോലെ ഒരു സാധാരണ പരീക്ഷ മാത്രമാണ്. ഒരു സാധാരണ 10ാം ക്ലാസ് പരീക്ഷയോ +1 +2 പരീക്ഷയോ നടത്തുമ്പോൾ അതിനൊരു ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠിക്കും. ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് 1 മാസം പ്രിപ്പറേഷൻ വേണം, അല്ലെങ്കിൽ 2 മാസം പ്രിപ്പറേഷൻ വേണം. ഫിസിക്സ് 4 ദിവസം പഠിക്കണം, കെമിസ്ട്രി 10 ദിവസം പഠിക്കണം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് 3 ദിവസം പഠിക്കണം. അതുപോലെ തന്നെ പഠിക്കേണ്ട ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കേണ്ട മറ്റൊരു പരീക്ഷ മാത്രമാണ് 9 പേപ്പറുകൾ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഈ പരീക്ഷ പഠിച്ചു തീർക്കാൻ നമുക്ക് 8 മാസത്തോളം എടുത്തേക്കാം. അങ്ങനെ 8 മാസത്തെ തയ്യാറെടുപ്പോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി ശ്രദ്ധാപൂർവം പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും നിഷ്പ്രയാസം കടന്നു കയറാൻ പറ്റുന്ന ഒരു മേഖല മാത്രമാണ് സിവിൽ സർവീസ് പരീക്ഷ എന്നത് നമ്മൾ ഓരോരുത്തരും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ഈ പരീക്ഷയ്ക്ക് പിന്നെ എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം കിട്ടുന്നു? കാരണം ഒരുപാട് ആളുകൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് കൊണ്ട് ഏകദേശം 3 ലക്ഷം പേരാണ് ഇപ്രാവശ്യത്തെ ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷ എഴുതി. അതിൽ നിന്ന് 12,000 പേര് മാത്രമാണ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടത്. ആ 12,000 പേരിൽ നിന്ന് 2,674 പേരാണ് ഇന്റർവ്യൂവിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഓരോ പടിയും 3 പടിയായി കടന്നു വരുമ്പോഴത്തേക്കും ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയും ഈ 2,674 നിന്നും വീണ്ടും ഇന്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ അവസാന റിസൾട്ട് വരുമ്പോൾ അത് 998 പേരായി മാറുകയും ചെയ്യുന്ന ഒരു കുറെ കടമ്പകളുള്ള ഒരു പരീക്ഷ എന്നത് മാത്രമാണ് ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രത്യേകത. പരീക്ഷ എന്ന നിലയ്ക്ക് രണ്ടാമത്തതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പരീക്ഷ കടന്നു കയറിക്കഴിഞ്ഞാൽ പരീക്ഷാ ജേതാവിന് കിട്ടാൻ പോകുന്ന സമൂഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന തലത്തിലേക്കുള്ള അതിനുള്ള അവസരങ്ങൾ, ആ അവസരങ്ങളുടെ ബാഹുല്യം തന്നെയാണ് ഈ പരീക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഓരോ തീരുമാനവും തങ്ങളുടെ ഓരോ ഒപ്പും സമൂഹത്തെയും സാധുക്കളെയും പാവപ്പെട്ടവരെയും പണക്കാരെയും സമൂഹത്തിന്റെ ഭാവിയെയും രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും കെട്ടുറപ്പിനെയും രാജ്യത്തിന്റെ ഭാവിയെയും ഒരു വലിയ തരത്തിൽ തന്നെ സ്വാധീനിക്കാൻ തക്കതായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഭരണതലങ്ങളിൽ ഇരിക്കേണ്ട ആളുകൾ ഈ പരീക്ഷയിലൂടെ കടന്നു വരുന്നു എന്നതുകൊണ്ട് ഈ പരീക്ഷ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷയെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആളുകൾക്ക് പ്രത്യേക സന്തോഷവും സ്നേഹവും തോന്നും, അതേസമയം തന്നെ പേടിയും അകൽച്ചയും ഉണ്ടാവുന്നു. നമ്മുടെ കേരള സമൂഹത്തിന്റെ പ്രധാന പ്രത്യേകത ഈ പേടിയും അകൽച്ചയും നമുക്ക് ഈ പ്രത്യേക പരീക്ഷയുടെ ഉണ്ട്. ഈ പരീക്ഷ നമുക്ക് പറ്റുമോ, ഈ പരീക്ഷയുടെ നമുക്ക് എത്താൻ കഴിയുമോ എന്നുള്ളൊരു പേടിയും അകൽച്ചയും ഉണ്ട്. ആ പേടിയും അകൽച്ചയും മാറ്റുക ആണ് നമ്മുടെ ആദ്യത്തെ പടി. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ഭരണ നൈപുണ്യവും ഒരുപാട് ചലഞ്ചുകളെ അല്ലെങ്കിൽ സങ്കീർണമായ മേഖലകളെ അതിജീവിക്കാനുള്ള കഴിവും ഉള്ള നമ്മുടെ ഒരുപാട് കുട്ടികളെ നമ്മൾ പല രീതിയിൽ തളച്ചിടുന്നുണ്ട്. നമ്മൾ കേവലം എൻട്രൻസ് എക്സാമിനേഷനും മറ്റു ജോലികളും അല്ലെങ്കിൽ വളരെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള മാത്രം ജോലികൾ മാത്രം തിരഞ്ഞെടുക്കുന്ന രീതിയിൽ നിന്ന് മാറി സമൂഹത്തിലെ പ്രതിസന്ധികളെയും സങ്കീർണതകളെയും നേരിടാൻ തയ്യാറുള്ള ഒരു തലമുറയെ വളർത്തെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുന്ന അങ്ങനെ നേതൃത്വ പാഠവും അത് അങ്ങനത്തെ ഗുണമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായും അവർക്ക് ഹൈസ്കൂൾ തലത്തിൽ തന്നെ നമുക്ക് അവർക്ക് പ്രചോദനം നൽകണം. ആ പ്രചോദനത്തിലൂടെ തീർച്ചയായും അവർക്ക് എത്തിച്ചേരാൻ കഴിയും. പണ്ടത്തെ പോലെയല്ല, എല്ലാ തരത്തിലുള്ള അറിവുകളും ഗൈഡൻസുകളും പ്രോത്സാഹനങ്ങളും എല്ലാ രീതിയിലും നമുക്ക് ലഭ്യമാണ്.
നമുക്ക് ആ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല. സർക്കാർ തന്നെ വളരെ വളരെ മികച്ച രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നു. എല്ലാ രീതിയിലുള്ള സമുദായ സംഘടനകളും പ്രോത്സാഹനങ്ങൾ നൽകുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മിടുക്കരായ കുട്ടികളെ ഇത്തരം ചലഞ്ചുകൾ, സങ്കീർണതകളും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും വേണ്ടി അവരെ മുന്നോട്ട് വിടുകയും അതിനുവേണ്ട പ്രോത്സാഹനം ചെറുപ്രായത്തിലെ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഇപ്പോൾ റാങ്ക് കിട്ടിയപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്റെ ഉപ്പ എനിക്ക് ഇക്കാര്യത്തിൽ എങ്ങനെ താല്പര്യം വരുത്തി തന്നു, അറിഞ്ഞോ അറിയാതെ എന്നുള്ളതാണ്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്ത് ഉപ്പ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓഫീസറായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അയൽവാസിയായ മറ്റൊരു ഓഫീസറുണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് തിരിച്ചു വരുമ്പോഴൊക്കെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സിവിൽ സർവീസും സിവിൽ സർവീസ് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളും അവിടെ നമ്മുടെ കുട്ടികൾ എത്താത്തതിന്റെ ബുദ്ധിമുട്ടുകളും എത്തിച്ചേർന്നാൽ തന്നെ അവർക്ക് അഭിമുഖീകരിക്കേണ്ട പ്രതിസന്ധികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ എന്റെ ഉപ്പ സംസാരിക്കുന്ന ഒരു വലിയ എക്സാമിനെ പറ്റിയും വലിയൊരു പൊസിഷനെ പറ്റിയൊക്കെ ആണല്ലോ, നമുക്കൊരു പക്ഷെ അങ്ങനെ എത്താൻ പറ്റിയിരുന്നെങ്കിലോ എന്നൊരു ചിന്ത തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഓരോ ചെറു കുട്ടിയിലും നിർബന്ധമായും വന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, നമ്മുടെ കുട്ടികൾ എന്താകുന്നോ, നമ്മുടെ കുട്ടികൾ ഏത് കരിയർ തിരഞ്ഞെടുക്കുന്നോ, നമ്മുടെ കുട്ടികൾ ജീവിത വിജയം നേടുന്നോ ഇല്ലയോ, 99% അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ കർമ്മം കൊണ്ട് മാത്രമാണ്. മാതാപിതാക്കളുടെ കർമ്മഫലം തന്നെയാണ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളെ എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടിയും ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും നമ്മുടെ കുട്ടിയുടെ കരിയറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ പ്രതീക്ഷിക്കുന്നതോ അതിലപ്പുറത്തേക്കോ ഒരു തലത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉയരാൻ കഴിയും. ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, സിവിൽ സർവീസ് മാത്രമല്ല മികച്ച ജോലികൾ, ഗവേഷണ രംഗത്ത് ശാസ്ത്ര രംഗത്തേക്ക് ഒരുപാട് നമുക്ക് ആവശ്യമുണ്ട് ആളുകളെ. അത്തരം രംഗത്തേക്ക് സാധാരണ നമ്മുടെ ചിന്തയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് അത്തരം മേഖലകളിലേക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു മികച്ച തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ തന്ന ഈ ഉപഹാരത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന സർവശക്തനായ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.